ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യയിലെ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ഇൻഡെക്സുകൾ ഇന്ന് മോർണിംഗിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് റെക്കോർഡ് ഹൈന് താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ് മാർക്കറ്റ് ഇന്ന് പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്ത് 52 വീക്ക് ഹൈയിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ്ങിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചൈനീസ് സ്റ്റോക്കുകളാണ് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റുകളും ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കൊറിയൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകളും അതുപോലെ തന്നെ S&P 500 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളും തന്നെയാണ് അമേരിക്കയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം എല്ലാവരുടെയും അറ്റൻഷൻ സെപ്റ്റംബർ 16, 17 തീയതികളിൽ നടക്കുന്ന US ഫെഡിൻ്റെ മീറ്റിംഗ് ആണ്. മറ്റന്നാൾ വരുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഡാറ്റയ്ക്ക് അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ US ഫെഡ് 16, 17 തീയതികളിൽ നടക്കുന്ന മീറ്റിങ്ങിലുള്ള ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ മാർക്കറ്റുകളും ഒന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിരുന്നു. അതിനുശേഷം ട്രേഡിംഗ് അവസാനിക്കുന്നതോടെ കൂടിയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. ഇന്നും അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് അതിൻ്റെ ഗോൾഡൻ റൺ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഇന്ന് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $3654.5 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന $3652 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സിൽവറും ഇന്നലെ പുതിയ 14 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $41.34 പെർ ഔൺസിനാണ്. അപ്പോൾ ഗോൾഡും സിൽവറും തന്നെയാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുള്ള പ്രോഡക്റ്റുകൾ. അറൗണ്ട് 40% ആണ് ഗോൾഡിൻ്റെ റിട്ടേൺ. 2025 43% ആണ് സിൽവറിൻ്റെ റിട്ടേൺ. തീർച്ചയായിട്ടും ഇക്വിറ്റികളെക്കാളും ബെറ്റർ റിട്ടേൺ ആണ് ഈ കമോഡിറ്റികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ETF ഡാറ്റ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മന്തിൽ 53 ടൺ ഗോൾഡ് ഗ്ലോബൽ ETFകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈയിൽ ഇത് 22.3 ടൺ ആയിരുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്പ് അമേരിക്കൻ ETFകളാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ആഡ് ചെയ്തിട്ടുള്ള ETF കൂടെ. അതേസമയം ഏഷ്യൻ ETFകൾ എല്ലാം ഔട്ട്ഫ്ലോ ആണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ചൈനീസ് ETFകൾ. ചൈനയിലെ ഇൻവെസ്റ്റേഴ്സ് ETFകൾ വിറ്റ് ഇക്വിറ്റിയിലേക്ക് മാറുന്നു എന്നുള്ള ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് അല്ല. അതേസമയം ഫെസ്റ്റിവൽ സീസണിൽ ഇന്ത്യയിലെ ജ്വല്ലറി സെയിൽസ് 25% താഴെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജ്വല്ലേഴ്സൊക്കെ വലിയ രീതിയിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധ്യത കുറവാണ്. ഇനി ദീപാവലി മുതൽ ആരംഭിക്കുന്ന ഫെസ്റ്റിവൽ സീസണിൽ എങ്ങനെയായിരിക്കും ജ്വല്ലറി സെയിൽസ്, അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കാം നമുക്ക് ജ്വല്ലറി സ്റ്റോക്കുകളിൽ കാണാനായിട്ട് സാധിക്കുക. ഓവറോൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റി മാർക്കറ്റിൽ ഗോൾഡും സിൽവറും തന്നെയാണ് താരം. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ US ഫെഡിൻ്റെ ഡിസിഷൻ 16, 17 തീയതികളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് എമർജിങ് മാർക്കറ്റുകൾക്കും ഗോൾഡിനും സിൽവറിനും നൽകാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് അനൗൺസ്മെൻറ്റിൻ്റെ ഡിസ്കൗണ്ടിങ് ഒക്കെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പ്രൈസിൻ്റെ കാര്യത്തിൽ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഫർദർ ഈ രണ്ട് കമോഡിറ്റികൾ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്നാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ്
എലക്ഷൻ നടക്കുന്നത്. NDA ഇന്ത്യ കാൻഡിഡേറ്റുകളുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇന്ന് വൈകുന്നേരം വന്നേക്കാം. അതോടൊപ്പം തന്നെ ഇൻഫോസിസ് ബൈബാക്ക് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് ഡിസിഷൻ വരുന്നത്. ഇതിന് മുമ്പത്തെ ബൈബാക്ക് 2022 1850 രൂപ പെർ ഷെയർ വെച്ചാണ് അന്ന് ബൈബാക്ക് നടത്തിയിരുന്നത്. 9300 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ അന്ന് ഇൻഫോസിസ് വാങ്ങിയിരുന്നു. ഇപ്രാവശ്യം എന്ത് തന്നെയായാലും 1850 മുകളിലുള്ള ഒരു പ്രൈസ് ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. വേദാന്ത 12500 കോടി രൂപയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. മെറ്റൽ പ്രൊഡക്ഷന് വേണ്ടിയാണ്. EV റിലേറ്റഡ് മെറ്റൽ അലോയ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്ലാനുകളുണ്ട്. വിക്രം സോളാർ 336 മെഗാവാട്ട് ഹൈ എഫിഷ്യൻറ്റ് സോളാർ മോഡ്യൂൾസിൻ്റെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. L&T കൺസ്ട്രക്ഷനിൽ നിന്നാണ്. ഇന്നലെ വന്ന ന്യൂസാണ്. ഓൾറെഡി വിക്രം സോളാറിൻ്റെ പ്രൈസിൽ അതിൻ്റെ ഡിസ്കൗണ്ടിങ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് QIP പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത 1.5 വർഷത്തിനുള്ളിലും അല്ലെങ്കിൽ 2 വർഷത്തിനിടയിലായിട്ട് മെഡി അസിസ്റ്റ് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തുകയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്. പോസിറ്റീവ് ന്യൂസാണ്. ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ 26% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ഒരു പവർ ട്രാൻസ്മിഷൻ ആൻഡ് ജനറേഷൻ കമ്പനിയിലാണ്. പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള മറ്റ് കമ്പനികൾ ഹഡ്കോ ഉണ്ട്, സ്ട്രൈഡ്സ് ഫാമി ഉണ്ട്. അവാൻഡൽ 9.88 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയിൽ നിന്നാണ്. മോറിപ്പൻ ലാബ് ഒരു ഓവർസീസ് JV ഫാം ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ സബ്സിഡിയറി 75.19 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. റെയിൽ ടെൽ 2 ഓർഡേഴ്സ് ബാക്ക് ചെയ്തിട്ടുണ്ട്. 44.21 കോടി രൂപയുടെയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഓർഡേഴ്സ് 59.76 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ആൽപെക്സ് സോളാർ 345 കോടി രൂപയുടെ സോളാർ മോഡ്യൂൾസ് ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ആൽപെക്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ജോൺ കോക്കറിലെ 50 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഗോദാവരി പവറിൽ നിന്നാണ്. ധരൻ ഇൻഫ്ര EPC 262 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫണ്ടുകൾ ഇന്നലെയും വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒന്ന് പ്രൈം ഫോക്കസ് ആണ്. അതിന് മിനിഞ്ഞാന്നും വലിയ രീതിയിലുള്ള ഫണ്ട് ബൈ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ പൈസാലോ ഡിജിറ്റൽ അതുപോലെ തന്നെ ജാഷ് എഞ്ചിനീയറിംഗ് ഈ 2 സ്റ്റോക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സ് തന്നെയാണ്. 2170.35 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ അതേസമയം 3014.3 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റ് 2 ന്യൂസ് ലോസ് നോക്കുകയാണെങ്കിൽ റെയിൽവേ റിലേറ്റഡ് കമ്പനികളാണ്. ജൂപ്പിറ്റർ വാഗൻസ് കോവീസ് ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. ബ്രേക്ക് ഡിസ്ക് റെയിൽവേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ്. ഇവരെ റെയിൽവേ 6 മാസത്തേക്ക് ബാർ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ബ്രേക്ക് ഡിസ്കുകളിലൊരു കണ്ടീഷൻ ഉണ്ട്. 90% ഡൊമസ്റ്റിക് കണ്ടന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ JWL കോവിസ് സ്ലോവേനിയയിലാണ് കോവിസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ നിന്ന് ബ്രേക്ക് ഡിസ്കുകൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഡൊമസ്റ്റിക് ആണ് 90% എന്ന് പറഞ്ഞിട്ട് റെയിൽവേയിലേക്ക് സപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ റെയിൽവേയിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പണിഷ്മെൻറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് JWL കോവിസിന്. തീർച്ചയായിട്ടും ജൂപ്പിറ്റർ വാഗൻസിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. അതേസമയം ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം BEML ഈ 2 കമ്പനികളെ സംബന്ധിച്ച് വളരെ നല്ല ഡേയ്സാണ് ഹെഡ്. മഹാരാഷ്ട്ര റെയിൽ വികാസ് കോർപ്പറേഷൻ 2856 AC കോച്ചുകൾക്കുള്ള ഓർഡർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സബർബൻ റെയിൽ നെറ്റ്വർക്കിന് വേണ്ടിയാണ്. വന്ദേ ഭാരത് മെട്രോൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റെയിൽവേ സിസ്റ്റമാണ്. തീർച്ചയായിട്ടും ടിറ്റഗ്ര റെയിൽവേസിനെ സംബന്ധിച്ച് BEMLനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ടോട്ടൽ ഓർഡർ സൈസ് വരുന്ന 21,000 കോടി രൂപയാണ്. ഫസ്റ്റ് ബിഡർക്ക് 1715 കോച്ചുകളും അതുപോലെ തന്നെ സെക്കൻഡ് ബിഡർക്ക് 1141 കോച്ചുകളാണ് സപ്ലൈ ചെയ്യാൻ പോകുന്നത്. 3 കമ്പനികൾ മാത്രമാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ബിഡിങ്ങിന്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, BEML അതുപോലെ തന്നെ അൽസ്റ്റോൺ ലിമിറ്റഡ്. ഇതിൽ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം BEML ആണ് ലിസ്റ്റഡ് കമ്പനികളായിട്ടുള്ളത്. അപ്പോൾ ഈ 2 കമ്പനികളൊന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും.
ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ പുതുതായിട്ടൊന്നും വന്നിട്ടില്ല. അതേസമയം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ്. പക്ഷേ ഇന്നലെ ഉക്രൈൻ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്, അമേരിക്കനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് എന്ത് തന്നെയായാലും അത്ര നല്ല പോസിറ്റീവ് ന്യൂസ് ഒന്നുമല്ല. എന്നിരുന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അഡീഷണൽ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക, വോളാറ്റിലിറ്റി വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ ആയിരിക്കാം കൂടുതൽ മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ GST റേറ്റ് ഡിഡക്ഷൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള സെക്ടേഴ്സിലെ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് റിയാക്ഷൻ ലോങ് റണ്ണിലേക്ക് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും നമ്മളൊരു പോസിറ്റീവ് ഔട്ട്കം US നിന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിന് വീണ്ടും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഴ്സായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ SME സെഗ്മെൻറ്റിൽ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള IPO ഒരെണ്ണം ഇന്ന് ഓപ്പൺ ആവുകയാണ്. കാർബൺ സ്റ്റീൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ്. 159 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 800 ആണ് ലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. BSE SMEയിലാണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ SMEയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് കാർബൺ സ്റ്റീൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.